എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. നിങ്ങൾ ഈ ടൈറ്റിൽ കണ്ട ആരും പേടിക്കണ്ട. ഞാൻ ഹീലിങ്ങിൽ വളരെ വിശ്വാസമുണ്ട്. ഹീലിങ്ങും ഡെലിവറൻസിലും ഒക്കെ വിശ്വാസമുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്നതുമാണ്. പലപ്പോഴും കർത്താവ് വിടുവിച്ചിട്ടുണ്ട്. പല കാര്യങ്ങളിൽ കർത്താവ് സൗഖ്യം തന്നിട്ടുണ്ട്. ചില കാര്യങ്ങളിൽ സൗഖ്യം കിട്ടിയിട്ടുമില്ല. അതെല്ലാവർക്കും കോമൺ ആയ ഒരു കാര്യമാണല്ലോ. ഇപ്പം പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങൾക്കും സൗഖ്യം കിട്ടിയ ആരെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ അറിയത്തില്ല. അറിയുമെങ്കിൽ നിങ്ങൾ കോമെൻറ്റിൽ എഴുതിയാൽ മതി. എനിവേ, ഞാൻ അതൊരു പ്രൊഫസറായിട്ട് പറഞ്ഞു. വേറൊരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, എല്ലാം രാവിലെയും വൈകിട്ടും അറ്റ്ലീസ്റ്റ് മിനിമം ഞാനും കുടുംബമായി സുവിശേഷം അറിയിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാറുണ്ട്. പ്രത്യേകിച്ച് സുവിശേഷം അറിയിക്കുന്നത് കൊണ്ട് പെർസിക്യൂഷൻ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന പതിവുള്ളത് കൊണ്ട് ഇങ്ങനെ നമ്മുടെ സഹോദരങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ജയിലിൽ അടയ്ക്കപ്പെടുമോ, അങ്ങനെ പ്രയാസത്തിൽ കൂടെ കടന്നു പോകുന്നത് കേൾക്കുന്ന ഒരു പ്രയാസമാണ്, മനസ്സിനൊരു വിഷമമാണ്. സോ ഇപ്പോൾ റീസെൻ്റ്ലി കേൾക്കാനിടയായി നോർത്ത് ഇന്ത്യയിലൊരു പ്രിയ സഹോദരൻ, സ്ഥലവും പേരൊന്നും ഞാൻ പറയുന്നില്ല, ഇങ്ങനെ ഹീലിംഗ് ക്രൂസൈഡ് നടത്തിയത് കൊണ്ട് അങ്ങനെ പ്രിയപ്പെട്ടവനെ ജയിലിൽ അടയ്ക്കുവാനൊക്കെ ഇടയായി കേൾക്കാനിടയായി. സോ ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കിയതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, നമ്മുടെ പ്രിയ സഹോദരങ്ങൾ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളൊന്ന് സൂക്ഷിക്കണം. പ്രത്യേകിച്ച് ക്രൂസൈഡ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു നെഗറ്റീവ് കോണറ്റേഷനാണ്. അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ അറിയാവുന്ന പ്രിയപ്പെട്ടവർ കാണും. ഇല്ലാത്തവർ പ്ലീസ് ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ അറ്റ്ലീസ്റ്റ് ഒരു മിനിമം ഒരു ഐഡിയ നമുക്ക് കിട്ടും. 9th century മുതൽ 11th century വരെ അതൊരു കുറച്ച് നല്ല ഹിസ്റ്ററി അല്ല. സോ പ്രത്യേകിച്ച് നമ്മളെ കർത്താവ് പഠിപ്പിച്ച മാർഗം വാളുകൊണ്ട് ജയിക്കാനോ സ്ഥലങ്ങൾ കീഴടക്കുവാനോ ഒന്നുമല്ല. കർത്താവ് നമ്മളെ പഠിപ്പിച്ചത് സ്നേഹത്തിൻ്റെ മാർഗമാണ്. സോ ആ കാലത്ത് നടന്നത് ശരിയായിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. യു ക്യാൻ ഡിസഗ്രി വിത്ത് മീ. എന്നാൽ ആ വാക്ക് ഒത്തിരിയും നമ്മൾ ലൂസ്ലി ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ മെയിൻ അർത്ഥം നമ്മൾ ക്രിസ്തീയ കോളങ്ങളിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മീറ്റിംഗ് എന്ന് മാത്രമേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പക്ഷേ അതല്ല. ഇന്നത്തെ കാലത്ത് ആൾക്കാരത് ഗൂഗിൾ സെർച്ച് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്ത് കുറച്ച് അവരുടെ അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളെക്കാട്ടും ഒരു വ്യത്യസ്തമായ അണ്ടർസ്റ്റാൻഡിങ്ങാണ്. സോ അവർ നോക്കുമ്പം ക്രൂസൈഡ് എന്ന് പറയുമ്പം ക്രിസ്ത്യൻസ് നടത്തിയ ഹോളി വാർ പോലെ അവർ മനസ്സിലാക്കുന്നത്. സോ പ്ലീസ് ആ വാക്ക് നമ്മൾ ഉപയോഗിക്കാതിരുന്നാൽ വളരെ നന്നായിരിക്കുമെന്ന് എൻ്റെ എളിയമായ അഭിപ്രായം. ശരിയായ വാക്കാണെന്ന് എനിക്കറിയത്തില്ല. എനിവേ, ആ ഹംബിൾ റിക്വസ്റ്റ്. അതുപോലെ തന്നെ ഹീലിംഗ് ക്രൂസൈഡ്, കർത്താവ് നമ്മളെ വിളിച്ചത് ഹീലിംഗ് ക്രൂസൈഡ് നടത്താനാണോ? നമ്മളെവിടെയെങ്കിലും ദൈവവചനത്തിൽ അത് കാണുന്നതായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. കർത്താവ് വന്നത് മെയിൻ റീസൺ എന്തുവാ? ഇനിയിപ്പോൾ പലരും പറയും കർത്താവ് വന്നു, കർത്താവ് എല്ലാവരെയും സൗഖ്യമാക്കി എന്നൊക്കെ പറയും. ഓക്കെ, ദാറ്റ്സ് റൈറ്റ്. പക്ഷേ കർത്താവ് വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്തുവാ? സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള സുവിശേഷം, രക്ഷയുടെ സുവിശേഷം, കിങ്ഡം ഓഫ് ദ ഗോസ്പൽ ഓഫ് ദ കിങ്ഡം കർത്താവ് പ്രസംഗിച്ചത്. കർത്താവ് ശിഷ്യന്മാരെ പറഞ്ഞയച്ചു, സൗഖ്യമാക്കാനൊക്കെ പറഞ്ഞു. പക്ഷേ മെയിൻ ഉദ്ദേശം എന്തുവായിരുന്നു? ഇസ് ടു പ്രീച്ച് ദ ഗോസ്പൽ, സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ദൗത്യം. പിന്നെ ഈ ഹീലിംഗ് ക്രൂസൈഡ് എന്നൊക്കെ നമ്മൾ ആദ്യം തന്നെ അഡ്വർടൈസൊക്കെ ചെയ്യുമ്പം തന്നെ ആൾക്കാരുടെ മനസ്സിലെ മെയിൻ ചിന്ത പറഞ്ഞാൽ വരുന്നവരെല്ലാം പെട്ടെന്ന് പ്രാർത്ഥിച്ച് ഉടനെ സൗഖ്യം. ഐ ഡോണ്ട് ഈവൻ, അത് പ്രാക്ടിക്കൽ അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഒന്നാമത്തെ, ഇപ്പം ഒരാൾ നമ്മുടെ മുമ്പിൽ വരിക, അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് യാതൊന്നും അറിയത്തില്ല. അദ്ദേഹത്തിന് ഇപ്പം ഒരു രോഗമുണ്ടെന്ന് വിചാരിച്ചോ, അത് അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റൈൽ കൊണ്ടുള്ള രോഗമാണോ, അതോ അത് ഭൂതബാധയാണോ, അതോ വേറെ എന്തെങ്കിലും റീസൺ ആണോ എന്നറിയാതെ നമ്മൾ ചാടിക്കയറി പ്രാർത്ഥിച്ചൊക്കെയോ അവർക്ക് സൗഖ്യം കിട്ടിയെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ഡയബറ്റിക്കാണ്, അദ്ദേഹത്തിന് നിങ്ങൾ പ്രാർത്ഥിച്ചു സൗഖ്യം കിട്ടിയെന്ന് വിചാരിച്ചോ. പക്ഷേ അദ്ദേഹം പിന്നെയും ലൈഫ് സ്റ്റൈലൊന്നും, ഫുഡ് സൂക്ഷിക്കാതെയും മെഡിസിൻ എടുക്കാതെയും ഒരു വേണ്ടതായ കെയറൊന്നും ചെയ്യാതെ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് പിന്നെ അദ്ദേഹത്തിന് പിന്നെ അത് തിരിച്ചു വരും. അത് പിന്നെ തിരിച്ച് വന്നിട്ട് അവർ പറയും, നിങ്ങൾ പ്രാർത്ഥിച്ചൊന്നും സംഭവിച്ചില്ല, അതാണ് ഞാൻ പിന്നെ ചെയ്തു. സോ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് വൈസ്. അത് വളരെ ബുദ്ധിയായ ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അതൊരു ഭൂതബാധയാണെന്ന് വിചാരിച്ചു. അതിൻ്റെ റീസൺ എന്തുവാ?
ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പാപമാണോ അതോ വേറെ എന്തെങ്കിലും റീസൺ ഉണ്ടോ? സോ അത് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കേണ്ട വിഷയം അത് ഈ ഹീലിങ്ങും കാര്യങ്ങൾക്കൊക്കെ ഒരു സമയവും സ്ഥലവും ഒക്കെ ഉണ്ടെന്ന് എൻ്റെ ഹംബിൾ ഒപ്പീനിയൻ. സോ നമ്മൾ മീറ്റിങ്സ് കണ്ടക്ട് ചെയ്യുമ്പോൾ ദയവായി ദൈവമക്കളോടുള്ള എൻ്റെ അപേക്ഷയാണ്. ബിക്കോസ് ഇപ്പോഴത്തെ സമയം വളരെ ഒരു ഡിഫിക്കൽട്ട് സമയം, അതും പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ വളരെ ഒരു ഡിഫിക്കൽട്ട് സമയത്തിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവമക്കളോടുള്ള എൻ്റെ വിനീതമായ റിക്വസ്റ്റ്, നിങ്ങൾ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ചുപയോഗിക്കുക. മെയിനായിട്ട് സുവിശേഷം പ്രസംഗിച്ചാൽ മതി. അതിനെ നമുക്കിപ്പം പ്രത്യേകിച്ച് മോടി പിടിപ്പിക്കേണ്ടിയോ ഭംഗി പിടിപ്പിക്കേണ്ടിയോ ആവശ്യമൊന്നുമില്ല. സുവിശേഷം ഉള്ളതുപോലെ കർത്താവ് പറഞ്ഞ പോലെ നമ്മളങ്ങ് സുവിശേഷം അങ്ങ് പ്രസൻറ്റ് ചെയ്യുക. അത് ആവശ്യമുള്ളവർ റിസീവ് ചെയ്യും, ഇല്ലാത്തവർ റിജക്റ്റ് ചെയ്യും, കുഴപ്പമില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സൗഖ്യവും മിറക്കിൾസും ഹീലിങ്ങും ഒക്കെ ഇറ്റ്സ് എ സൈൻ. അപ്പം അതിപ്പോൾ എല്ലാവരെയും സൗഖ്യമാക്കണോ, എല്ലാവരെയും ഇത് ചെയ്യണം എന്നൊക്കെയുള്ള ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ്സ് പ്രാക്ടിക്കൽ. ഇപ്പം കർത്താവ് സ്പെസിഫിക്കലി നിങ്ങളോട് പറയുക, ഇന്ന വ്യക്തി വരുന്നു, ഇദ്ദേഹത്തിന് ഈ റീസൺ കൊണ്ട് ഇതുണ്ടാവുക, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ സൗഖ്യം, പ്ലീസ് ഗോ ഹെഡ് ആൻഡ് ഡു ഇറ്റ്. അത് ചെയ്യണം, ഡെഫിനറ്റ്ലി. ഐ എം നോട്ട് അഗെയിൻസ്റ്റ് ഇറ്റ്, ബട്ട് ഐ എം സേയിങ് we should be just conducting gospel meetings, share the gospel, സുവിശേഷം ഷെയർ ചെയ്യുക. സോ എനിവേ, ദിസ് മൈ ഹംബിൾ റിക്വസ്റ്റ്. ഞാൻ വീണ്ടും തുടർന്ന് ഞങ്ങൾ ഫാമിലിയായിട്ട് പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ വേല ചെയ്യുന്ന ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. നോർത്ത് ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും കർത്താവിൻ്റെ വേല വളരെ കഷ്ടപ്പെട്ട് ചെയ്യുന്ന ദൈവമക്കളുണ്ട്. ഞങ്ങൾക്കറിയാം. അതൊക്കെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ആമേൻ.